ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് അമരപ്പയർ കൊണ്ട് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അമരക്കായ, അമരപ്പയർ എന്നൊക്കെ പറയൂ കേട്ടോ തൃശ്ശൂർ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞങ്ങൾ തൃശ്ശൂരൊക്കെ അമരക്കായ എന്നാണ് കൂടുതൽ പറയുക. ചില ആൾക്കാർ അമരപ്പയർ എന്നും പറയും. അപ്പോൾ ഇത് കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കണ്ട, നന്നായി ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞാൽ തോരന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് അവിയലിലിടാം, അല്ലെങ്കിൽ സാമ്പാറിലൊക്കെ ഇടാം. അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കുറച്ച് നാളികേരം ആവശ്യമുണ്ട്, തേങ്ങ ചിരകിയത്, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, അത്രയൊക്കെ വേണ്ട കേട്ടോ. കൂടുതൽ ഇതൊന്നും വേണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ചീഞ്ചട്ടി ഗ്യാസുമ്മ വയ്ക്കാം കേട്ടോ. ചീഞ്ചട്ടി ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അധികം ഉണ്ടായിരുന്നില്ല. വെളുത്തുള്ളി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉള്ളി ഒന്ന് ബ്രൗൺ നിറായി വരണ വരെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. ഒന്ന് ബ്രൗൺ നിറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ടത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതൊന്ന് ഇളക്കി കരിയാണ്ട് ഇളക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേണം കേട്ടോ, അധികമൊന്നും വേണ്ട, കുറച്ച് മതി തേങ്ങ ചിരകിയത്. അത് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് അമരക്കായ നുറുക്കി അരിഞ്ഞ് വെച്ചേക്കണത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറിൻ്റെ ഒപ്പം വേറെ കറികളൊന്നും വേണ്ട, ഈ തോരൻ മാത്രം കൂട്ടി കഴിക്കാം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം കേട്ടോ. 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, കരിയാണ്ട് അരിയാണ്ട്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ, വെന്തിട്ടുമുണ്ട്. അപ്പം നന്നായി വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചൊന്ന് നന്നായി വലിയണ വരെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ അത്രയ്ക്ക് നേരമൊന്നും വെച്ചില്ല, വെള്ളം വറ്റി ഒരുവിധം വലിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അമരക്കായ തോരൻ റെഡിയായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് പറയണേ.